പിന്നെ എല്ലാ ഗ്യാപ്പും എനിക്കിപ്പോ ശവപ്പെട്ടിയായിട്ടോ അപ്പൊ കുറെ ഷോപ്പെട്ടി എന്ത് സിമിലാരിറ്റി? മീശ മുടി. അല്ല മീശ മുടിയൊക്കെ എല്ലാവർക്കും ഇല്ലേ? What do you read? പണ്ട് ബോബനും മോളിയെ അതൊന്നും ജിത്തു സാർ അല്ലായിരുന്നു ഡയറക്ട് ചെയ്തത്. അതന്നെ ഒരു ഡിഫറൻസ് ആണല്ലോ. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞു വന്നു. ജിത്തു ജോസഫിന്റെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു സീനാണോ അത്? അതായത് ദൃശ്യത്തിന്റെ ഇത് പലരും തിരിച്ചു മറിച്ചു. അയ്യോ ആ dialogue ഇത് ഷോപ്പെട്ടിയുടെ ഒരു ഉപയോഗം ഇപ്പൊ ഇവിടെ ഒരു ആവശ്യം വരും. ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? വീണ്ടും ഒരു നെയിൽ ബൈറ്റിംഗ് ഗ്രിപ്പിംഗ് ത്രില്ലർ വെയിറ്റ് ചെയ്തുകൊണ്ട് വലതുവശത്തെ കള്ളന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താ നെയിൽ ബൈറ്റിംഗ് ത്രില്ലർ അല്ല, ഇല്ല, ഇതൊരു ക്രൈം, ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ദൃശ്യം ഫാമിലി വിശ്വസിക്കില്ല. അല്ല അതുപോലെയല്ല, ഇത് ബേസിക്കലി ഇതൊരു സസ്പെൻസ് സിനിമയല്ലത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ ഇങ്ങനെ പറഞ്ഞത്. ത്രില്ലർ എന്ന് പറഞ്ഞു വന്നപ്പോഴും ഞാൻ ബ്ലോക്ക് ചെയ്തത് അതുകൊണ്ടാണ്. ഇത് ത്രില്ലറല്ല, ഇത് നിങ്ങൾക്ക് സിനിമ കുറച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിന്റെ ഒരു ഇമോഷണൽ ട്രാവലാണ് ഈ സിനിമ. ഇതിപ്പോ ട്രെയിലർ കണ്ടപ്പോ തന്നെ എന്നോട് കുറെ പേര് പറഞ്ഞു ഇതിപ്പോ ഇങ്ങനെയല്ലേ, ഇയാൾ ഇതല്ലേ അതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ, പക്ഷെ ഇനിയാണല്ലോ സിനിമ. അപ്പൊ അവര് ഇമോഷണൽ ട്രാവൽ ആക്ച്വലി. ഓക്കെ, അപ്പോ നമ്മള് ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിടത്തോളം ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണല്ലോ സിനിമ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോയിലർ ഇല്ലാതെ എന്താണ് വലതുവശത്തെ കള്ളൻ എന്നൊരു സിംഗിൾ ലൈൻ പറയാമെങ്കിൽ അതാണ് സിംഗിൾ ലൈൻ. ഇറ്റ്സ് ആൻ ഇമോഷണൽ ക്രൈം ഡ്രാമ. ഓക്കെ, ഈ ഇമോഷൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന രണ്ട് ലീഡുകളെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അത് മാത്രമല്ല, ബിജു മേനോൻ ജോജു ജോർജ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ അവർക്കൊരു ഫേഷ്യൽ സിമിലാരിറ്റിയും മാനറിസത്തിലെ സിമിലാരിറ്റീസും പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കണക്കിൽ വെച്ചിട്ടാണ് ഇവരെ നേർക്ക് നേരെ നിർത്താന്ന് വിചാരിച്ചത്. ബേസിക്കലി ഈ രണ്ട് ക്യാരക്ടറൈസേഷൻ ഇവർക്ക് രണ്ടുപേർക്കും സ്യൂട്ടാണ്. മലയാളത്തിലെ വേറെ പല നടന്മാർക്കും സ്യൂട്ടാണ്. പക്ഷെ ഈ കോമ്പിനേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തതാണ്. ഇവര് ലീഡ് റോളിൽ ഇവർ തമ്മിലുള്ള ഒരു കോംബോ വന്നിട്ടില്ല. അപ്പം നല്ല ആക്ടേഴ്സ് ആണെന്നുള്ളതും ഈ ഫ്രഷ്നെസ്സും ആയിരുന്നു അതിന്റെ അട്രാക്ഷൻ. ലെന US മറ്റോ സെറ്റിലായി എന്നൊക്കെ ഒരു അഭ്യൂഹങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതിന് ആദ്യം താങ്ക് യു. അപ്പോൾ പറയൂ, എങ്ങനെയാണ് ഹൗസ് ഇറ്റ് ബാക്ക് ടു ബി ഓൺ ദ സെറ്റ് ആൻഡ് വിത്ത് ജീത്തു ജോസഫ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഇറ്റ്സ് മൈ തേർഡ് ടൈം വർക്കിംഗ് വിത്ത് ജീത്തു സർ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഉണ്ട്. ബിക്കോസ് ജീത്തു ജോസഫ് സർ ആക്ടേഴ്സ് സിനിമയെ സമീപിക്കുന്ന പോലെയാണ് ആസ് എ ഡയറക്ടർ സിനിമയെ സമീപിക്കുന്നത്. ഹീ കംസ് ടു ഈച്ച് സ്ക്രിപ്റ്റ് വിത്ത് എന്താ പറയുക, യു ഡിസ്കവർ എ ന്യൂ ഡയറക്ടർ ഈച്ച് ടൈം. ബിക്കോസ് ഇപ്പോൾ ആദ്യം ഡയറക്റ്റ് ചെയ്ത ആളല്ല നുണക്കുഴി ഡയറക്റ്റ് ചെയ്തത്. ആ ഡയറക്ടർ അല്ല വലതുവശത്തെ കള്ളൻ ഡയറക്ടർ ചെയ്തത്. ആസ് ഫാർ ആസ് ആൻ ആക്ടർ ഞാൻ ഉണ്ട് അത്യാവശ്യം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പേഴ്സണാലിറ്റി മാറും ആസ് എ ഡയറക്ടർ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. ഏറ്റവും വർക്ക് ചെയ്യാൻ സുഖം നുണക്കുഴിയിലെ ഡയറക്ടറുമായിട്ടാണ്. ബിക്കോസ് എല്ലാ കളി തമാശയാണ്, എവറിത്തിങ് ഇസ് ഫൈൻ എന്നും പറഞ്ഞു. ഈ പടത്തില് നമ്മളെ കൊണ്ട് കുറച്ച് പണിയെടുപ്പിച്ചു. അല്ല, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു എന്നോട് പറ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്താ വേണ്ടതെന്ന്. അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരുന്നു. ലിയോണ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിൽ കാണുന്ന പോലെ അല്ലാതെ കുറച്ചുകൂടി റിയലിസ്റ്റിക് പോലീസ് ഓഫീസേഴ്സിനെ കാണാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ഇതിൽ ഇനിയും ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട് ഡിസ്കവർ ചെയ്യാൻ എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പൊ ലിയോണ ഇത്തവണ വീണ്ടും ഒരു പോലീസ് ഓഫീസർ ആയിട്ട് വരുമ്പോൾ വാട്ട് ഇസ് ഡിഫറെന്റ് ഇൻ ദിസ് കോപ്പ്? ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പോലീസ് വേഷങ്ങൾ ചെയ്ത സിനിമകള് അതൊന്നും ജിത്തു സാർ അല്ലായിരുന്നു ഡയറക്ട് ചെയ്തത്. അതന്നെ ഒരു ഡിഫറൻസ് ആണല്ലോ, അല്ലേ? അപ്പോ ഇതില് ASI വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് പഠിച്ച് പോലീസായി. എന്നിട്ട് ഓക്കെ, ഇനി ഇതെന്റെ ജോലിയാണ്, ഈ ജോലി ഞാൻ വൃത്തിക്ക് ചെയ്യും. ഷീ ഈസ് ഓൾസോ വുമൺ ഹൂസ് വെരി എംപത്തറ്റിക് ടുവേർഡ്സ് ഇങ്ങനെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാലും ഷീ ഈസ് എ ജൂനിയർ ഇൻ ദെയർ. നമ്മൾ എത്രയൊക്കെ നമുക്ക് പ്രതിഷേധിക്കണം എന്ന് ഉണ്ടെങ്കിലും ചില സമയത്ത് അത് പറ്റാതാവുകയും ഡ്യൂട്ടി അങ്ങനത്തെ ആയതുകൊണ്ട് ഷീ ഹാസ് ടു ബി ലൈക്ക് ഓക്കെ, ഇവിടെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ലെറ്റ്സ് ജസ്റ്റ് ഡു അവർ ജോബ്. അപ്പോൾ ഇൻ റിയാലിറ്റി ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു റിയൽ പോലീസുകാരിയെ കാണാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഈ ഒരു റിയൽ ബാറ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പേരിനെ ഡീകോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, വലതുവശത്തെ കള്ളൻ എന്നുള്ളത്. ഇഫ് ഐം നോട്ട് റോങ്, ബിബ്ലിക്കലി ഹിസ്റ്റോറിക്കലി വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാനസാന്തരം വന്നവൻ, നല്ലവനായവൻ, യേശുവിന്റെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആളൊക്കെയാണ്. അപ്പോൾ ഈ കേസിലും നമ്മൾ ഫൈനലി ഓർ ഇനീഷ്യലി തന്നെ കള്ളനോടൊരു പാവം തോന്നിയോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ആരുടെ കൂടെ നിൽക്കണം എന്ന് പറ്റാത്തൊരവസ്ഥയിൽ വരികയോ അങ്ങനെ ഒരു നല്ലവനായ കള്ളനെയാണോ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെയൊക്കെ പ്രതീക്ഷ പോയി കാണാം. അനങ്ങാതിരിക്കുന്ന കണ്ടപ്പോഴേ എനിക്കറിയാം ഇതിന് ഉത്തരം കിട്ടില്ല എന്നുള്ളത്.
അല്ല നമ്മളാ പേരിട്ട് അല്ല, അതാണ് അത് ഭയങ്കര അതിന്റെ രസം. എന്തായിരിക്കും ഈ സിനിമയ്ക്ക് വലതുവശത്തെ കള്ളെന്ന് പേരിട്ട് എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ തിയേറ്ററിൽ കാണാൻ പോവാം. അപ്പൊ ഞാനിവിടെ ഇരുന്നുണ്ട് അത് പറഞ്ഞ പിന്നെ ആ ഫൺ പോയില്ലേ. ഓക്കെ, അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾസോ നമ്മൾ ഈ ടൈറ്റിൽ കാർഡ് ഡീകോഡ് ചെയ്യാൻ നോക്കിയപ്പോഴേ അതിൽ ലായിലൊരു ശവപ്പെട്ടി കാണുന്നുണ്ട്, വായില് നിങ്ങളൊന്നും കണ്ടില്ലേ? ശവപ്പെട്ടിയുണ്ടോ? ഓക്കെ, നമുക്കത് ആദ്യം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ലായിൽ ഇങ്ങനെ ഒരു ശവപ്പെട്ടി കാണുന്നുണ്ട്, ലാന്റെ ഹോള്. ശരി, അപ്പൊ നിങ്ങളാരും ഇതൊന്നും കണ്ടിട്ടില്ല. ഇതാ ഈ കള്ളനിലെ രണ്ടാമത്തെ ആളായാല് ഇത് ശവപ്പെട്ടിയാണ് അത്ര. കറക്റ്റ്, അങ്ങനെ പറയുമ്പോ ശവപ്പെട്ടി. ഞാനിത് വലിയ ബ്രില്യൻസ് ആയിട്ട് കൊണ്ടുവന്നതാ. പിന്നെ എല്ലാ ഗ്യാപ്പും എനിക്കിപ്പോ ശവപ്പെട്ടിയായിട്ടാ തോന്നുന്നത്. കുറച്ചധികം ശവപ്പെട്ടി ഉണ്ട്. അല്ല, പക്ഷെ അതൊന്നും പ്രോപ്പർ ശവപ്പെട്ടിയല്ല. മൊത്തം ശവപ്പെട്ടികളായിട്ട് എനിക്ക് ഇതിപ്പോ അതിന് മാത്രമേ ഉള്ളൂ, അതിന് ആ ഷേപ്പ് വന്നേക്കുന്നത്. പ്രോപ്പർ ഷേപ്പ്, കറക്റ്റ് ഷേപ്പ്. ഫോക്കസ്. പിന്നെ മുകളിലത്തെ പറഞ്ഞ അർത്ഥ അതിലൊരു സെമിത്തേരിയിലുള്ള ഒരു കുരിശുണ്ട്. സെമിത്തേരിയും ശവപ്പെട്ടിയും ഒക്കെ ആയിട്ട് ദൃശ്യത്തിലേക്ക് പോലെ കുറെ കുഴിച്ചു തോണ്ടലും കുഴിച്ച് രഹസ്യങ്ങൾ എടുക്കലും ഒക്കെ ഉണ്ടോ? കമ്പയർ ചെയ്യണേ അതല്ല, കുറെ സത്യങ്ങൾ കുഴിച്ചെടുക്കാനുണ്ടാവുമായിരിക്കുമല്ലോ. ഞാൻ ഇത് കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. ഞങ്ങളിപ്പോഴാ കണ്ടുപിടിച്ചത്. കുറെ സത്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഞാനിപ്പോഴാ കേട്ടോ ചോപ്പട്ടിയാണ്. ഞാനും ഇപ്പഴാ കണ്ടത്. ഞങ്ങളത് ടിവിയിൽ പോസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സൂം ഒക്കെ ചെയ്ത്. ആക്ച്വലി ഇത് ഒരു ജീത്തു ജോസഫ് ഫിലിം ഇറങ്ങണോന്ന് പറയുമ്പോ ആൾക്കാർക്ക് അവിടെ മുതൽ തുടങ്ങുകയാണല്ലേ ഒരു. ഇപ്പൊ എന്റെ സിനിമ മാത്രമൊന്നുമല്ല, ഡീകോഡിങ് ഇപ്പോഴും ഒരു സ്റ്റൈലാണ്. അത് വേറെ, പക്ഷെ ഇത് അവര് ഓൾറെഡി ഏതോ മൈൻഡ് ഗെയിം കളിക്കാൻ പോകുന്ന പോലെയാണ്. ജീത്തു ജോസഫ് അതാണ് പ്രശ്നമല്ല. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് സാധാരണ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന്. ഞാൻ ഇത്ര വലിയ സസ്പെൻസ് ഇതൊന്നും ഇല്ലാത്ത അതാ ഞാൻ പറഞ്ഞു, ഒരു ഇമോഷണൽ സിനിമയാണ്. ഇതിനകത്ത് ഇവര് ആലോചിച്ച് ഡീകോഡ് ചെയ്ത് ഇത് വേറെന്തോ ആണെന്ന് പറഞ്ഞിട്ട് വന്നു കഴിയുമ്പോ ഇത് അതൊന്നും അല്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഡിസപ്പോയിന്റ് ആവും. ഇതാണ് പ്രോബ്ലം. നിങ്ങൾ ഡീകോഡ് ചെയ്തു, പക്ഷെ ആ എക്സ്പെക്ടേഷൻ കൊണ്ട് സിനിമ കാണാൻ വരരുത്. ഇത് വേറെ ഗെയിം. നിങ്ങൾ ഡീകോഡ് ചെയ്യുന്നത് ഒരു ഗെയിം, സിനിമ കാണുന്നത് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വിത്ത് എ ക്ലീൻ മൈൻഡ് വന്ന് കാണും. ഈ പറഞ്ഞ പോലെ ജിത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ ആളുകൾ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത് നമുക്ക് അതിൽ കിട്ടുന്ന ഒരു ത്രില്ലാണ്, സിനിമയ്ക്ക് മുമ്പേ കിട്ടുന്ന ഒരു ത്രില്ലാണ്. അപ്പൊ അത് എഴുതുന്ന ആളെന്നുള്ള രീതിയിൽ ജിത്തു ജോസഫ് ആദ്യം ട്വിസ്റ്റ് ക്രാക്ക് ചെയ്യുക, എന്നിട്ട് പുറകോട്ട് പോവാണ്. വാട്ട് ഈസ് യുവർ പ്രോസസ്? അങ്ങനെ പ്രോസസ് ഒന്നുമില്ല. അത് അങ്ങനെ പുറകോട്ട് വർക്ക് ചെയ്ത ഒരൊറ്റ സിനിമയുള്ളൂ, ഡിറ്റക്റ്റീവ്. അതിനകത്ത് ആ മെത്തേഡ് ഓഫ് കില്ലിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറകോട്ട് പോയത്. ബാക്കി ദൃശ്യം ഇതും എല്ലാം സ്ട്രെയിറ്റ് അവേ നമ്മളൊരു സബ്ജക്റ്റ്, ഒരു ക്യാരക്ടർ, ഒരു പ്രമൈസ് സെറ്റ് ചെയ്തു, ഒരു പ്രശ്നം ചെയ്തു, അവിടുന്ന് അങ്ങോട്ട് ചെയ്തു പോയി. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ ആയിരുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ. പിന്നെ അടുത്ത ക്ലൈമാക്സ് ഒക്കെ വന്നത് അങ്ങനെയല്ല. റിവേഴ്സ് വർക്ക് ചെയ്ത് ഡിറ്റക്റ്റീവ് മാത്രമേ ഉള്ളൂ. ഓരോന്നിനും ഓരോ രീതി. ഇത് പിന്നെ ഈ ആ തലവേദന ഒന്നും വേണ്ടി വന്നില്ല. ഡിനു പിന്നെ ഓൾറെഡി നല്ലൊരു സാധനം കൊണ്ടു തന്നുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല. പിന്നെ അതിനകത്ത് അങ്ങനെ വലിയ ഒരു അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അത്. ഈ ബിജു മേനോൻ, ജോജു ജോർജ് അവരൊക്കെ എവിടെ? അവരൊന്നും കണ്ടില്ല. അവര് വീട്ടിൽ കാണും ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അവരെ ഒരുമിച്ച് സെറ്റിൽ കാണുമ്പോൾ ഭയങ്കര സിമിലാരിറ്റി? നമുക്ക് ആസ് പ്രേക്ഷകർ അവരെ ഭയങ്കര സിമിലർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാരാ. നിങ്ങൾ പേഴ്സണലി വർക്ക് ചെയ്തവരായതുകൊണ്ട് ചോദിച്ചതാ. ഉണ്ടോ? ഇല്ല, പേഴ്സണലി സിമിലാരിറ്റിയാ തോന്നി. മീശ, മുടി. അല്ല, മീശ മുടിയൊക്കെ എല്ലാവർക്കും ഇല്ല. ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് കട്ട് ചെയ്താൽ ഞാൻ പലതും കട്ട് ചെയ്യണമെന്ന് പറയും. ഇത് കട്ട് ചെയ്ത് ഞാൻ പലതും കട്ട് ചെയ്യണമെന്ന് പറയും. ഞാൻ ഇൻഫാക്ട് പോസ്റ്ററിൽ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ അവരെ ഞാനിങ്ങനെ ഇരുന്നിട്ട് നീണ്ട മുഖം, വട്ടമുഖം എന്നൊക്കെ ആലോചിച്ചിട്ട് പറയാം, മീശ തലമുടിയാ. അതായത് ഈ പോസ്റ്ററിൽ ഭയങ്കര കട്ടിയുള്ള നല്ല നീളമുള്ള മീശ രണ്ടുപേർക്കും. അതൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ, ഒത്തിരി ആൾക്കാർക്കുണ്ട്. ഞാൻ വിചാരിക്കുന്നത് വാട്ട് യു സേയിങ് ഹാസ് എ പോയിന്റ്. രണ്ടുപേരെ വേണമെങ്കിൽ ഒരുപോലെ മേക്കപ്പ് ചെയ്താൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ഫേസിന്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അപ്പൊ ശരിയല്ല, തെറ്റുണ്ട്. ഞാൻ അതെ, നമ്മൾ ആരും ഇത് ചർച്ച ചെയ്യേ വേണ്ട. പക്ഷെ ആക്ച്വലി ഈ പടത്തിലെ ലുക്കില് എനിക്ക് ഒരു സാമ്യം തോന്നുന്നില്ല. ഈ പടത്തിലെ ഒട്ടുമില്ല. പറഞ്ഞെല്ലാം പിൻവലിച്ചു. നമ്മളെ ചോദ്യമേ മാറ്റി നമ്മൾ ആ ഭാഗമേ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ കുറച്ച് ഞാനും കുറച്ച് ഏരിയ കട്ട് ചെയ്യാൻ പറയും. എന്തറിയോ, ഇപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് അവര് സെപ്പറേറ്റ് റീലാക്കും. ഞാൻ ചാവപ്പെട്ടിയുടെ ഒരു ഉപയോഗം ഇപ്പൊ ഇവിടെ ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ലിയോണയുടെ ഭയങ്കര ആന്റിസിപ്പേറ്റഡ് ഇനിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അണലി എന്നുള്ളതാണ്. ഭയങ്കരമായ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് വർക്കിംഗ് വിത്ത് മിഥുൻ മാനുവൽ തോമസ് എങ്ങനെയുണ്ട്? അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നാള്
വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ടൈമും എനർജിയും സ്പെൻഡ് ചെയ്ത് ലൈക്ക് ഓൾമോസ്റ്റ് എ ഇയർ ആൻഡ് എ ഹാഫ്. അപ്പോൾ അത്രയും നാള് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഐ വാസ് ഓൺലി ഡൂയിങ് ദാറ്റ് ക്യാരക്ടർ. അതിനുവേണ്ടി തടി കുറയ്ക്കുക, തടി കൂട്ടുക, ഇങ്ങനെ അങ്ങനത്തെ പരിപാടികൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ആ സീരീസ്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടറിനെ ഇത്രയും മറ്റേ കീറി മുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച് കൊറേ അങ്ങനെ നമ്മള് അയ്യോ ഇങ്ങനെ അങ്ങനെ കൊറേ എനിക്ക് അറിയാവുന്നതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് നമ്മൾ പ്രശ്നമില്ല എന്നുള്ളത് ആദ്യം ഓർമ്മ. ഷൂട്ട് കഴിഞ്ഞോന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ പെട്ടെന്ന് കൊറേ നേരമായിട്ട് പുള്ളി പറഞ്ഞോണ്ടിരിക്കും കഴിഞ്ഞോ അങ്ങനെ ചോദിക്കോ? ഇല്ല പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയത്. ഗഗൻയാനില് ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ആ മിഷനിൽ ഇല്ലാത്ത ഒരാള് ലെനയായിരിക്കും എനിക്ക് തോന്നുന്നു. ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ നമ്മുടെ ആസ്ട്രോനോട്ടിനെ വിടുന്നതായിരിക്കും. ഹസ്ബൻഡിന്റെ പെട്ടെന്ന് പ്രോജക്ട് താനും പോകുന്നുണ്ടോ? ഗഗൻയാൻ താനും പോകുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ എനിക്ക് വെറുതെ ഫ്രീ ആയിട്ട് അവര് വിടാന്ന് പറഞ്ഞ പോലും ഞാൻ പോവില്ല. പക്ഷെ അത് ഈ വർഷം ആയിരിക്കണം എന്നില്ല, 2027 ആയിരിക്കും തോന്നുന്നു. എനിക്ക് അങ്ങനെ പറയുന്നത്. അതെ, ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ എഴുതുന്ന ആളെ എങ്ങനത്തെ ബുക്സ് ആണ് വായിക്കുന്ന? ഡു യു റീഡ് ഓർ വാട്ട് ഡു യു റീഡ്? ഞാൻ മറ്റേ പണ്ട് ബോബനും മോളിയായിരുന്നു. തമാശല്ല, പണ്ട് പോലെ ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ വായന കുറവാണ്. ഇപ്പൊ ഞാൻ ഈ നിങ്ങളുടെ എന്താ പറയാ അല്ല അതൊക്കെ പണ്ട് കോളേജ് പഠിക്കുന്ന ഇപ്പൊ നോവൽ വായന കുറവാണ്. ഇപ്പൊ കൂടുതൽ ഈ ഇതിനകത്തിരുന്ന് താർപ്പൻ കോമഡി കാണുക, ഇതൊക്കെ കാണുക. സീരിയസ്ലി സംശയം ഉണ്ട് ഇത് ചെയ്യുമ്പോ എന്റെ മക്കളെ വിളിച്ചു ചോദിച്ചു. ഞാൻ അങ്ങനെ കാരണം എന്നറിയോ, എനിക്ക് ഈ ചിരിക്കാനുള്ളതും ഇതുമൊക്കെ എനിക്കിഷ്ടം. അപ്പൊ അങ്ങനത്തെ കോമഡി സ്കിറ്റ്സ് കാര്യങ്ങള് കാരവാനിലിരിക്കുമ്പോ ബ്രേക്ക് ടൈമിൽ അപ്പുറത്ത് കേൾക്കാം ചിരിക്കണം. ലഞ്ച് ബ്രേക്കിനൊക്കെ ഇരുന്ന് ഞാൻ കോമഡി ചെയ്താ കാണുന്നത്. ഈയിടെ ആരോ പറഞ്ഞല്ലോ, ആസിഫ് മിറാഷിന്റെ സമയത്ത് പറഞ്ഞു, അവിടെ വലിയ ആക്ഷനും ഇതും ഒക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്ന പുള്ളി താർപ്പൻ കോമഡി ഒക്കെ കൊണ്ടുവന്നു. ബേസിക്കലി എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. ദൃശ്യത്തിലെ റാണി പറയുന്നുണ്ട്, അതായത് നാടോടുമ്പോ നടുവേ ഓടണം എന്നുള്ളത് വീണ്ടും വീണ്ടും പറയും. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലേക്ക് പറയുന്നുണ്ട് ആണല്ലേ? അപ്പൊ മൂന്നാമത്തെ അത് വിടാൻ പറ്റത്തില്ല റാണിക്ക്, റാണിയുടെ ട്രേഡ് മാർക്ക് അത്. അതെ, അപ്പൊ മൂന്നാമത്തേലേക്ക് വരുമ്പോഴേക്കും ജോർജ് കുട്ടി ഇപ്പോ OTT-യുടെയും സ്ട്രീമിംഗിലേക്ക് ആ ഒരു രീതിയിലേക്കും കൂടി വരുന്നതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ കാണാൻ കിട്ടുമോ? അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാനിത് ബിസിനസ് OTT-യുടെ കച്ചവടമൊക്കെ അതിനകത്ത് പറഞ്ഞ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോന്ന് പഠിച്ച് പുള്ളി അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, അത് പറയേണ്ട സിറ്റുവേഷൻസ് വരുന്നില്ല. ജോർജ് കുട്ടി വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓൾസോ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ പിന്നെ ഇനി ഫാൻ തിയറീസ് വരുമല്ലോ ദൃശ്യത്തിന്റെ. ഇതും സാർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷെ അതിലെ പോസ്റ്ററിൽ ഓരോരുത്തർ നോക്കുന്ന ഡയറക്ഷൻസ് വെച്ചിട്ട് എസ്തർ ആണ് ഇതിൽ ചതിക്കാൻ പോകുന്നത് എന്നൊരു ഫാൻ തിയറി ഉണ്ടായിരുന്നു. കണ്ടായിരുന്നു? കണ്ടുപിടിച്ചല്ലോ. റീഷൂട്ട് ചെയ്യേണ്ട വരുമോ? ദൃശ്യത്തില് പറയുമല്ലോ, അതായത് പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദിക്കും, നമ്മുടെ ഉത്തരത്തിൽ തന്നെ നിൽക്കണമെന്ന്. ജീത്തു ജോസഫിന്റെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു സീനാണോ അത്? അതായത് ദൃശ്യത്തിന്റെ ഇത് പലരും തിരിച്ചും മറിച്ചും, അയ്യോ അതല്ല, ക്രൈമല്ല, ദൃശ്യത്തിന്റെ സ്റ്റോറി അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ പലരും അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കും, ഒരു കാരണവശാലും പറയരുത് എന്നൊക്കെ സെറ്റിലും വീട്ടിലും. അങ്ങനെ മകള് ജിത്തു സാറിനോട് പറയാറുണ്ട്. അതെ, അവര് പല രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കും. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല, ഞാൻ അവരെ ഉപദേശിക്കാറ്, അവരെന്നെ ഉപദേശിക്കാറായിട്ടില്ല. ഓക്കെ, ശരിക്കും ഒന്നാമത് തന്നെ അവർ ഉപദേശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ എങ്ങനെ നിർത്തണം എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ബേസിക്കലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ദൃശ്യം 3 എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് എക്സ്പെക്ടേഷൻ ആണെന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് പോലെ അല്ലായിരുന്നു 2, സെക്കൻഡ് പോലെ ആയിരിക്കും അല്ല തേർഡ് കുറച്ചുകൂടി ഇമോഷണലാ. മനസ്സിലായോ? മറ്റേ പ്രശ്നങ്ങളെല്ലാം മെയിൻ അതങ്ങ് ഓൾമോസ്റ്റ് ഡൈ ഡൗൺ. ഇനി അവരുടെ ലൈഫിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാമല്ലോ. അത് വേറൊരു ടൈപ്പ് സിനിമയാണ്. ഐ മീൻ വേറൊരു അതിൻ്റെ ഒരു ആംഗിൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഒരു ത്രില്ലർ റൈറ്റർ, ഡയറക്ടർ, മേക്കർ, മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള രീതിയിൽ. മാസ്റ്റർ ബ്രെയിൻ ഒന്നും അല്ല, സാധാരണ ബ്രെയിനായത്. എന്നാൽ സാധാരണ ജിത്തു ജോസഫ് എന്ന രീതിയിൽ ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു 1 എലമെന്റ് എന്തായിരിക്കും? അല്ല, ബേസിക്കലി ത്രില്ലർ സിനിമയുടെ മസ്റ്റ് ഹാവ്, അല്ല ബേസിക്കലി അതൊരു അതിൻ്റെ ഒരു പ്രെഡിക്റ്റബിലിറ്റിയാണ്. നമുക്കൊരു സീക്രട്ട് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് പോവാണ്. ഇപ്പം ട്വിസ്റ്റ്, ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം
ഇപ്പം മിറാഷ് അതിനകത്ത് 5 ട്വിസ്റ്റ് ഉണ്ട്, അത് പ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞു. അല്ല, അതിനകത്ത് ആക്ച്വലി ഒറിജിനൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങൾ ട്വിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് അവസാനത്തെ ആസിഫിന്റെ മാത്രമേ ഉള്ളൂ. Correct. മറ്റത് മിറാഷ് എഫക്റ്റ് എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ്. പക്ഷെ അതെല്ലാം ട്വിസ്റ്റായി പോയി. അപ്പം നമ്മുടെ കുഴപ്പമായിരിക്കാം, അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളത് അങ്ങനെ ആകും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പം ആൾക്കാർക്കത് കിട്ടാതെ നമ്മളത് വോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത്. ചിലപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോയി ദൃശ്യം ഫസ്റ്റിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പിന്നെ സെക്കൻഡും ഒക്കെ വരുമ്പോൾ ആൾക്കാരിങ്ങനെ വാശിയോടെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു 5 ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞാണ് മറ്റേ ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ അവനെ സംശയിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനാന്ന് മനസ്സിലായി. അങ്ങനെ 5 പേര് സംശയിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾ വന്നപ്പോൾ പുള്ളി പറയും ആദ്യം സംശയിച്ച ആളായിരുന്നു. അങ്ങനെയൊന്നും പോകാതെ നമുക്കൊരു ഓഡിയനെ അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്ത് അവസാനം അവനെ വളരെ സെൻസിബിളി കബളിപ്പിച്ച് കൊണ്ടുപോയി അവസാനിപ്പിക്കുമ്പോൾ അവനെ ഹാപ്പിയാവും. അതാണ് സ്ക്രിപ്റ്റിങ്ങിന്റെ ഗുണം. അങ്ങനെ ചെയ്യുന്ന സ്ക്രിപ്റ്റ്, അതാണ് ത്രില്ലർ സിനിമകളുടെ ഒരു മെയിൻ ഇത്. വലതുവശത്തെ കള്ളനിൽ ആക്ച്വലി ഈ കളർ ഗ്രേഡിങ്ങിനെ പറ്റിയും സിനിമാറ്റോഗ്രാഫിയെ പറ്റിയും ഓൾറെഡി ട്രെയിലർ കണ്ടിട്ടൊക്കെ തന്നെ ഭയങ്കര നല്ല അഭിപ്രായങ്ങളുണ്ട്. അതിലെന്തെങ്കിലും എക്സ്ട്രാ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ കുഴപ്പം എന്താണെന്നറിയോ, ഇപ്പം ഇതിന് വേറെ കുറച്ച് പേര് എഴുതുന്നുണ്ട് സീരിയൽ മേക്കിംഗ്, അവരത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾക്ക് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഇതിനകത്തൊരു ചേഞ്ച് എല്ലാവർക്കും ഫീൽ ചെയ്തു. കാരണം ഞാൻ ഓരോ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ആ കഥയുടെ എൻ്റെതായ കാഴ്ചപ്പാടിൽ. അദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ 10 ഡയറക്ടേഴ്സ്ക്ക് ഒരു കഥ കൊടുത്ത 10 രീതിയിൽ. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നാച്ചുറലായിട്ട് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇന്ത്യൻ സിനിമ കുറച്ച് ഗ്ലാമറൈസ്ഡ് വിഷ്വൽസും അതാണ് നമ്മുടെ ഓഡിയൻസ്. പക്ഷെ എനിക്കെപ്പോഴും ഒരു സെറ്റ് ഇടുമ്പോൾ, ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സെറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ സെറ്റ് ഇടുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെയാണോ പോലീസ് സ്റ്റേഷൻ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഒരു കോടതി, അത് അപ്പം നമ്മൾ മാക്സിമം നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ നോക്കും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ലൈറ്റിംഗ് ആണെങ്കിലും സതീഷ് പറയുമ്പോൾ ഞാൻ പറയും സതീഷ് മാക്സിമം നാച്ചുറലായിട്ട് നമുക്ക് പോകാം കുറച്ച് എന്ന് പറയും. അപ്പം സതീഷ് അതിനനുസരിച്ച് ചെയ്യും. പക്ഷേ മെമ്മറീസ് ചെയ്തപ്പോഴും ഇതിൻ്റെയൊക്കെ നൈറ്റും ഇതിന്റെ മൂഡ് വേറെയാണ്. അപ്പൊ ആ മൂഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വേറെ കൈൻഡ് ഓഫ്. ഇപ്പൊ 12th Man ചെയ്തപ്പം അതിനകത്ത് ഒരു ഗ്രീൻ ടോൺ വെച്ചിട്ട് ഞങ്ങളൊരു മിസ്റ്റും ആ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് പറഞ്ഞത്. അത് അങ്ങനത്തെ ഒരു ഇതിൽ പറയേണ്ട ഒരു ഇതാണ്. അതൊരിക്കലും എനിക്ക് ദൃശ്യം 2 ചെയ്യാൻ പറ്റിയല്ല, ദൃശ്യം 1 ദൃശ്യം 3 ചെയ്യാൻ പറ്റിയല്ല. വലതുവശത്തെ കള്ളൻ വേറൊരു ഇതിലാണ്, മെമ്മറീസ് വേറൊരു ഇതിലാണ്. അപ്പോൾ ഓരോ കഥയും ഞാൻ എൻ്റെതായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതാണ്. അത് കുറച്ച് പേർക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, കുറച്ച് പേർക്ക് അഭിപ്രായം. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 സിനിമകൾ ഇങ്ങനെയൊക്കെ വന്നപ്പം പെട്ടെന്ന് ഇതിനകത്ത് ഒരു ചേഞ്ച് ഫീൽ ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര എന്തോ ഒരു മേക്കിങ്ങിൽ ഭയങ്കര എന്നൊക്കെ ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആ കഥയെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാന്നൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒത്തിരി പേര് എടുത്തു പറയുന്നത്. അതായിരിക്കാം ഞാൻ എൻ്റെ ഒരു തോന്നൽ പറയാം കേട്ടോ. സോ ബേസിക്കലി നമ്മൾ ഈ സിനിമയെ പറ്റി എല്ലാം സംസാരിച്ചു, എന്നൊന്നും സംസാരിച്ചില്ല എന്നുള്ള അവസ്ഥയിലെത്തി. ഇത്രയും നേരം ഇരുന്നോ ഞാൻ ചോദിച്ച പല കാര്യങ്ങളും ഏതാ പറ. ഇല്ല വേണ്ട, അല്ല ദൃശ്യത്തിന്റെ കാര്യമാണ്. ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞില്ലേ? ഇല്ല അച്ഛൻ പറഞ്ഞു. അപ്പൊ ഏതായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കാസ്റ്റിന്റെ കാര്യത്തിൽ. പ്ലോട്ട് ചിരിക്കല്ലേ, കാശല്ല ഒന്നുകൂടെ പറയാം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കാസ്റ്റിന്റെ കാര്യത്തിൽ. പ്ലോട്ട് മൊത്തത്തിൽ ഈ ഒരു എന്താ പറയാ ഫേസ് ഓഫ് പോലെയുള്ള സംഭവം, ജീത്തു ജോസഫ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കോമ്പിനേഷനിൽ ഭയങ്കര പ്രതീക്ഷകളുണ്ട്. വെരി വെരി എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us on Radio Mango. Thank you. Thank you.